സാർ നമസ്കാരം. നമസ്കാരം. 2015 മുതൽ CBI അന്വേഷിച്ച ഒരു കേസ്, അതായത് വിദേശത്ത് നിന്നും കശുവണ്ടി ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട് കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാനായിരുന്ന INTUC-യുടെ നേതാവായിരുന്ന R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അനുമതി ചോദിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിൽ CBI 3 തവണയാണ് ഹർജി കൊടുത്ത് അനുമതി ചോദിച്ചുകൊണ്ട് അപേക്ഷ കൊടുത്തിരുന്നത്. എന്നാൽ ചന്ദ്രശേഖരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയിട്ടില്ല, ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് അഴിമതി നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ പിണറായി വിജയൻ സർക്കാർ ഒരു കാരണവശാലും അനുമതി കൊടുത്തിരുന്നില്ല. 2015 മുതൽ CBI ഈ കേസുമായി അന്വേഷിക്കുന്നു. 2020 കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി. ഈ കുറ്റപത്രം സമർപ്പിച്ചതാവട്ടെ ഭാഗികമായ കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ക്രിമിനൽ നടപടികളുമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചു. ഇനി ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കിട്ടുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഇതിലെ അഴിമതി തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെടുക എന്നുള്ളത് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും നാളെ ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരുമ്പോൾ, കഴിഞ്ഞ ആഴ്ച അന്ന് കശുവണ്ടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ നടക്കുമ്പോൾ അന്ന് വ്യവസായ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷിനെ, ഇപ്പോഴത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ മുഹമ്മദ് ഹനീഷ് കോടതിയിൽ നേരിട്ട് ഹാജരായി മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെറ്റുപറ്റി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കോടതി മുഹമ്മദ് ഹനീഷിൻ്റെ അത്തരം വാക്കുകളിൽ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. നാളെ ഈ കേസ് കോടതിയിൽ വരുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ VD സതീശൻ സർക്കാർ ചന്ദ്രശേഖരന് പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കും. ഇന്നത്തെ നിയമസഭ സമ്മേളനത്തിൽ അതുണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 2015 മുതൽ CBI അന്വേഷിച്ച ഏതാണ്ട് 500 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്ന് പറയുന്ന ഈ കേസിൽ പിണറായി വിജയൻ സംരക്ഷിക്കാൻ ശ്രമിച്ച R ചന്ദ്രശേഖരനെ, അതായത് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ തൊഴിലാളി സംഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന INTUC-യുടെ നേതാവിനെ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ തന്നെ ഇന്ന് നിയമസഭയിൽ ഉത്തരവിടും എന്ന് പറയുമ്പോൾ, സർക്കാർ തലത്തിൽ ഉത്തരവിറങ്ങുമ്പോൾ തീർച്ചയായും നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറയുന്ന VD സതീശൻ്റെ നിലപാടുകൾക്ക് വീണ്ടും ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവൃത്തിയായിരിക്കില്ലേ അത്? അതായത് നിലപാടുകളെ രാജകുമാരൻ എന്ന് പറയുന്ന ഒരു സ്ലോഗാൻ തന്നെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ VD സതീശനെ പറ്റി ഉയർത്തിയിരുന്നു. അത് ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു. MLA-മാരിൽ ഭൂരിപക്ഷവും KC വേണുഗോപാലിൻ്റെ കൂടെ നിന്നപ്പോഴും ജനങ്ങൾ ഒറ്റക്കെട്ടായി UDF VD സതീശൻ്റെ കൂടെ നിൽക്കാൻ കാരണം ആ നിലപാടുകളെ രാജകുമാരൻ എന്നുള്ള സ്ലോഗാൻ വിജയിച്ചതിൻ്റെ കാരണം കൊണ്ടാണ്. ആരാണോ നയിച്ചത് അദ്ദേഹം തന്നെ ഭരിക്കട്ടെ എന്നുള്ള സ്ലോഗനും അതിൻ്റെ കൂടെ വിജയിച്ചു. അപ്പോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അദ്ദേഹം എടുത്ത നിലപാടുകളാണ് അദ്ദേഹത്തിന് ഇത്രയും വ്യത്യസ്തനാക്കിയത്. അദ്ദേഹത്താൽ പ്രായവും കൂടുതൽ അനുപജ്ഞാനമുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് പോലും മഴിമാറി കൊടുക്കേണ്ടി വന്നു VD സതീശന് മുന്നിൽ. അങ്ങനെയുള്ള ഒരാൾ നിയമത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ, ഹൈക്കോടതി ഇടപെട്ട കോടതിയലക്ഷ്യ കേസ് മുന്നിൽ വരുമ്പോൾ നിയമപരമായിട്ട് തന്നെ അദ്ദേഹത്തിന് അത് നടപടിയെടുത്തേ പറ്റുള്ളൂ അവസ്ഥ വന്നിരിക്കുകയാണ്. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം പിണറായി വിജയൻ ഈ കാര്യത്തിൽ പിണറായി വിജയൻ ചെയ്തത് ചന്ദ്രശേഖരൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. ചന്ദ്രശേഖർ മാത്രമല്ല, രതീഷ് ഉണ്ട്. രതീഷ് എന്ന് പറയുന്നതിൻ്റെ MD ആയിരുന്നു. ആ രതീഷ് IAS കാട്ടുകള്ളനാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ യഥാർത്ഥ വില്ലൻ സത്യത്തിൽ ചന്ദ്രശേഖറും രതീഷുമാണ്. അതിലൂടെ 500 കോടി രൂപയുടെ ഇറക്കുമതിയാണ് നടത്തിയിട്ടുള്ള അനധികൃതമായിട്ട്. അതിലൂടെ കോടികളുടെ സമ്പാദ്യമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് CBI കേസ്. അപ്പോൾ ഈ കേസിൽ രതീഷിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി, രതീഷ് കുടുങ്ങിയാൽ ഓട്ടോമാറ്റിക് ചന്ദ്രശേഖരൻ കുടുങ്ങും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചന്ദ്രശേഖരയും കൂടെ രക്ഷപ്പെടുത്തി ചന്ദ്രശേഖരൻ്റെ ഫുൾ സപ്പോർട്ട് അവിടെ നിന്ന് സമരങ്ങളൊന്നും നടത്താതെ കേരളത്തിൽ ശാന്തമാക്കാനും പിണറായി വിജയൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാനുമുള്ള തന്ത്രമായിരുന്നു നടന്നിരുന്നത് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട്. അത് കൃത്യമായി ഇപ്പോഴും അത് 2026 വരെ നടന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാതെ പിണറായി വിജയൻ കളിപ്പിച്ചത്. അത് 3 തവണ. ഇതേപോലെ പല തന്ത്രങ്ങൾക്കും പിണറായി വിജയൻ അറിയാം. കാരണം ഓരോ തവണയും കോടതി എടുക്കുമ്പോൾ അടുത്ത കോടതി ലാവ്ലിൻ കേസ് അങ്ങനെയാണല്ലോ അദ്ദേഹം അട്ടിമറിച്ചത്. ലാവ്ലിൻ കേസ് തിരുവനന്തപുരം CBI കോടതിയിൽ അട്ടിമറിപ്പിച്ചു. അതിന് പ്രോസിക്യൂട്ടറെ മാറ്റിപ്പിക്കാൻ BJP-യെ കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നെ അത് അവിടുത്തെ ജഡ്ജിയെ സ്വാധീനിച്ച് 5 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഞാനല്ല, അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് തന്നെയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഹൈക്കോടതിയിൽ ഉബൈദ് ജഡ്ജിന് 25 കോടിയും യൂസഫ് അലിയുടെ കമ്പനിയിൽ 2 പേർക്ക് ജോലി കൊടുത്തു എന്ന് പറയുന്നൊരു കാര്യമുണ്ടായി. അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ നമുക്ക് വരുന്ന കാര്യം എന്താണ്? പിണറായി വിജയൻ ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് പണം ഉണ്ടാക്കാനാണ്.
തോട്ടണ്ടി അതിനുശേഷം ഇതേപോലെ ഇറക്കുമതി ചെയ്തിട്ടുണ്ടാവും, അതിന് ഓഹരി പങ്ക് വെച്ചിട്ടുണ്ട്, അതൊന്നും കേസായി വന്നിട്ടില്ല. അത് 2015 മുമ്പുള്ള ഒരു കേസാണ്. തോട്ടണ്ടി എന്ന് പറയുന്നത് ഇവിടെ ആവശ്യത്തിന് കിട്ടാനില്ല പറയുമ്പോൾ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ അത് പക്ഷെ നിയമപരമായി വരുമ്പോൾ CBI ഇത് പ്രതിയാക്കിയപ്പെട്ട ഇവരുടെ പേരിലുള്ള കേസിൽ ചന്ദ്രശേഖരനും പെടുന്നുണ്ട്. ചന്ദ്രശേഖരൻ നിയമപരമായിട്ട് അതിൻ്റെ ഇതല്ല, കാരണം ഒരു യൂണിയൻ്റെ നേതാവാണ്. പക്ഷേ INTUസിന് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷൻ എടുക്കാത്തതിനെ തുടർന്ന് കോടതി ലക്ഷ്യ കേസ് വന്നിരിക്കുകയാണ്. കോടതി ലക്ഷ്യ കേസ് ഒന്നും പിണറായി വിജയന് പ്രശ്നമല്ല, അത് പോയ സുപ്രീം കോടതി നേരിടാമെന്നോ അതിന് കുറേ പണം ഗവൺമെന്റ് കൈവശമുണ്ടല്ലോ, പാവപ്പെട്ടവരുടെ നികുതി അടയ്ക്കുന്ന പൈസ, അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന രീതി. എന്നാൽ VD സതീശൻ അത്തരം കാര്യങ്ങളിൽ നയപരമായ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ്, സുപ്രധാന ഉത്തരവ് നൽകിയിരിക്കുകയാണ്. അതിലൂടെ അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ് ഏത് പാർട്ടിക്കാരനായാലും വേണ്ടില്ല, ഏത് കോൺഗ്രസ്സുകാരനായാലും വേണ്ടില്ല, ഏത് BJP-കാരനായാലും വേണ്ടില്ല, CPM-കാരനായാലും വേണ്ടില്ല, ഇത്തരം കാര്യങ്ങൾ ഒരു നിലപാടുള്ളൂ. കുറ്റം ചെയ്തവർ നിയമ നടപടിക്ക് വിധേയമാകട്ടെ, അവർ ജയിലിൽ പോകട്ടെ എന്നുള്ളതാണ്. അത് തന്നെയാണ് തുടക്കത്തിൽ തന്നെ അദ്ദേഹം തീരുമാനിച്ചത്. ആലപ്പുഴയിൽ പാവപ്പെട്ട 2 KSU പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗൺമാൻമാർ വന്ന് ആക്രമിച്ചത് എല്ലാ വീഡിയോ ഉണ്ടായിട്ടും രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ അദ്ദേഹം അതിനെ മറയ്ക്കാൻ വേണ്ടി പലതരം ചെയ്തെങ്കിലും അവിടെ കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട്. ആ തുടരന്വേഷണത്തിൽ കൃത്യമായി അദ്ദേഹം നിലപാടെടുത്തു. ആ നിലപാടിലാണ് അന്വേഷണം. ഇപ്പോൾ അവരെല്ലാം പ്രതികളായിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷത. എന്തായാലും നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറയുമ്പോൾ ഇനി കേരളം മുഖ്യമന്ത്രിയായ VD സതീശൻ്റെ കാലത്ത് നിയമവാഴ്ചയുടെ കാലം കൂടി ആയിരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും സ്വന്തം പാർട്ടി നേതാവിനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളിൽ ആ നേതാവിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവ് ഇന്ന് സർക്കാർ കൊടുക്കുന്നതോടുകൂടി നിയമത്തിൻ്റെ കാവൽക്കാരൻ എന്നൊരു പേര് കൂടി VD സതീശന് ലഭ്യമാകും. തീർച്ചയായും നിയമപരമായി തന്നെ ജനങ്ങൾക്ക് നീതി കിട്ടട്ടെ, ന്യായം ഉറപ്പാകട്ടെ, രാജ്യത്ത് സംസ്ഥാനത്ത് നീതി നടപ്പാകട്ടെ. അതിന് മുഖ്യമന്ത്രിയായ VD സതീശൻ ചുക്കാൻ പിടിക്കുന്നത് നമുക്ക് ഇനിയും കാണാൻ ഇടവരട്ടെ.